ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ പാൽമറാസിനോട് സാന്റോസ് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. നെയ്മർ ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല. സിന്തറ്റിക് ടർഫ് ആയതിനാലാണ് നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ നിന്നും മാറി നിന്നത്. ഇനിയിപ്പോൾ അടുത്ത മത്സരം അത് കോപ്പ സുഡാമേരിക്കാനയിലാണ്. പരാഗ്യൻ ക്ലബ്ബായ റിക്കോലേറ്റയാണ് സാന്റോസിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. ആ മത്സരത്തിൽ നെയ്മർ കളിക്കുമോ? അതാണ് ആരാധകർക്ക് അറിയേണ്ടത്. നെയ്മർ ജൂനിയർ കളിക്കും എന്നുള്ള കാര്യം സാന്റോസിന്റെ പരിശീലകനായ കൂക്ക ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് അടുത്ത മത്സരത്തിൽ നെയ്മർ തിരിച്ചെത്തും. പക്ഷെ മറ്റൊരു കാര്യം കൂടി സാന്റോസിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാന്റോസ് മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷെ അർഹമായ റിസൾട്ടുകൾ ലഭിക്കുന്നില്ല എന്നാണ് കൂക്ക ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ ജൂനിയർ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാന്റോസിന് കഴിയുന്നുണ്ട്. പക്ഷേ റിസൾട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പരാജയപ്പെട്ട മത്സരങ്ങളിൽ പോലും നമ്മൾ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിലും അതുപോലെ തന്നെ ഫ്ലമംഗോ, ബാഹിയ, സാൻ ലോറൻസ് തുടങ്ങിയ മത്സരങ്ങളിലും നമ്മൾ നന്നായി കളിച്ചിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. നന്നായി കളിച്ചിട്ടും വിജയിക്കാൻ കഴിയാത്തത് നിരാശ നൽകുന്ന ഒന്നാണ്. നമ്മൾ കൂടുതൽ ഗോൾ അടിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഇതാണ് സാന്റോസിന്റെ പരിശീലകനായ കൂക്ക പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സാന്റോസ് മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷേ വിജയങ്ങൾ നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, അവസാനമായി കളിച്ച 6 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ സാന്റോസിന് കഴിഞ്ഞിട്ടില്ല. മിക്ക മത്സരങ്ങളിലും അവർക്ക് സമനില വഴങ്ങേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും മെയ് 6-ാം തീയതി പുലർച്ചെയാണ് സാന്റോസും റിക്കോലേറ്റയും തമ്മിലുള്ള അടുത്ത മത്സരം നടക്കുക. അത് പരാഗ്വയിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.